നമസ്കാരം. മമ്മയുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്ന് നമ്മുടെ ഇഡ്ഡലി കൊണ്ട് ഒരു പുതിയ റെസിപ്പി ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്നൊന്ന് കണ്ടാലോ? ഇതിനു വേണ്ടി 3 ഇഡ്ഡലി എടുത്തിട്ടുണ്ട്. അതുപോലെ 3 മുട്ടയും വേണം. പിന്നെ ഈ ഇഡ്ഡലിയൊക്കെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സവാള, ക്യാരറ്റ്, ബീൻസ്, പച്ചമുളക്, ഇഞ്ചി, മല്ലിയില, കറിവേപ്പില ഇത്രയും വേണം. ഇതുകൂടാതെ മസാലപ്പൊടികളൊക്കെ ഉണ്ട്. അതൊക്കെ ഇടുന്ന സമയത്ത് പറയാം. പിന്നെ ഇതിൻ്റെ അളവുകളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിക്കാം. പിന്നെ മീഡിയം സൈസിലുള്ള ഒരു സവാള കനം കുറച്ച് അരിഞ്ഞത് ചേർക്കാം. 1/2 ടീസ്പൂൺ ഇഞ്ചി ഇടാം. കറിവേപ്പില ഇടാം. ഇനിയിപ്പോൾ അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ക്യാരറ്റും 4 ബീൻസ് അരിഞ്ഞതും ചേർക്കാം. ഇതൊന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. മീഡിയം ഫ്ലെയിമിൽ ഒരു 4 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബീൻസും ക്യാരറ്റും ഒക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഡ്ഡലിയുടെ കഷ്ണങ്ങളിടാം. ഇനി ഇതിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ. ആവശ്യമെങ്കിൽ അല്പം നെയ്യും കൂടെ ചേർക്കണം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർക്കാം. 1 ടീസ്പൂൺ മുളക് ചതച്ചത് ചേർക്കുവാണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറുന്ന വരെ ഇളക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മല്ലിയില ഇടാം. ഇനി 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർക്കാം. ടൊമാറ്റോ സോസ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ മുട്ടയിലേക്ക് അല്പം ഉപ്പിടാം. നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ട്, അത് ശ്രദ്ധിക്കണേ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇതെല്ലാം ഒന്ന് പരത്തി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യണേ. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് എന്തായെന്ന് നോക്കാം. ഇതിൻ്റെ ഈ സൈഡൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തിരിച്ചിടാം. ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ടാണ് ഇത് തിരിച്ചിടുന്നത്. ഇനി അതേ പാനിൽ തന്നെ അല്പം നെയ്യും കൂടെ തേച്ചിട്ട് നമുക്കിത് അതിനകത്തേക്കിട്ട് അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം. ഇതിന് പിസ്സ ഇഡ്ഡലി എന്ന് പറയാൻ പറ്റില്ല, കാരണം പിസ്സയ്ക്കുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ചേർത്തിട്ടില്ല. സാധാരണ നമ്മുടെയൊക്കെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഇതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ. ചീസ് ഇട്ടിതുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.